ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ എനർജി നോക്കാം. ഓക്കെ, ഇന്നത്തെ കാർഡ്സ് നിങ്ങളോട് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, അഡ്വൈസ്, യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങളോട്. ഇന്നത്തെ ദിവസം നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റാം? ഫോർ ഓഫ് സോർഡ്സ്, പേജ് ഓഫ് പെന്റിക്കിൾസ്, Hermit, Knight of Wands, Strength card. Okay. ഇവിടെ ഫോർ ഓഫ് സോർട്സ് കാണുന്നുണ്ട്. ഫോർ ഓഫ് സോർട്സ് നമ്മൾ ലേശം റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമായിട്ടാണ് പറയാം. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് ചിലപ്പോൾ മതിയായിട്ട് ഒന്ന് ടയേർഡായിട്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഓരോ സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്ത് സോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രോബ്ലംസ് എന്ന രീതിക്കാണ് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ വല്ലാതെ ലൈക്ക് നമുക്ക് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ, ശ്രമപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് ടയേർഡായി പോകുന്ന, ക്ഷീണിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്ഷീണിക്കുക മാത്രമല്ല, നമുക്ക് ചിലത് താങ്ങാൻ പറ്റാതെ ആവുക എന്ന് പറയില്ലേ, ആ രീതിക്കുള്ള ഒരു ഫീലിംഗ് ആണ് കാണുന്നത്. സോ ഇവിടെ നിങ്ങളോട് പറയാം, ഇത് ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളൊരു ചെറിയൊരു റെസ്റ്റിംഗ് പീരീഡ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഒരല്പം ബ്രേക്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ റെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് വരുന്നത് ഒരു പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. പേജ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ ഒരു പുതിയൊരു അവസരം നിങ്ങളുടെ മുമ്പിൽ വരും. അത് എന്ത് കാര്യത്തിനും ആവാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു റെസ്റ്റ് പീരീഡ് അപ്പോൾ നിങ്ങളെ ഒന്ന് ഫ്രഷ് ആക്കുന്നതായിട്ട് കണക്കാക്കാം. ഇപ്പം നിങ്ങൾ ഈ ഒരു ഒന്നും ചെയ്യുന്നില്ല, തൽക്കാലം ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, നിങ്ങൾക്ക് തോന്നുമ്പോഴേക്ക് വേണ്ട എനിക്ക് ഒന്നിനും വയ്യ, റെസ്റ്റ് എടുക്കും. ചിലപ്പോൾ കുറച്ച് പേർക്ക് ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം, അതുകൊണ്ടും ആയിരിക്കാം. ഓക്കെ, ഇതൊരു നമ്മൾ റെസ്റ്റ് എടുക്കുന്ന തരത്തിൽ ശരിക്കും പ്രോപ്പർലി അസുഖത്തിന് വേണ്ടിയിട്ട് റെസ്റ്റ് എടുക്കുന്നതായിട്ടും പറയും. സോ അങ്ങനെയാണെങ്കിൽ മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും, പനിയോ ജസ്റ്റ് ചെറിയ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ചെറുതാവാം വലുതാവാം. സോ മേ ബി നിങ്ങളുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് വേണം എന്ന രീതിക്കാണ്. സോ അങ്ങനെയാണെങ്കിൽ അത് ഇരിക്കട്ടെ, അവിടെ കുഴപ്പമില്ല. നിങ്ങൾ ആ സമയം എടുക്കൂ, നിങ്ങൾ യൂസ് ചെയ്യൂ ആ സമയം എന്നാണ് കാണുന്നത്. ഇവിടെ ഹെർമിറ്റും ഉണ്ട്. ഒരല്പം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, കുറച്ചൊന്ന് ക്വയറ്റ് ആയിട്ട്, സൈലന്റ് ആയിട്ട്, ആരുടെയും ശല്യമൊന്നും ഇല്ലാതെ, ഒന്നിലും തൽക്കാലം ഒന്നും എഫേർട്ടൊന്നും ഇടാതെ തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ് കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം. ഓക്കെ, അത് ഞാൻ എടുക്കണോ വേണ്ടേ എന്ന് ചിന്തിക്കാനുള്ള ഒരു സമയമായിരിക്കാം. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഓക്കെ ഞാൻ പുതിയത് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണോ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ വരും, ഇനി മുന്നോട്ട് വരും ഒരു ഓഫർ എന്ന് കാണുന്നുണ്ട്. ആ ഓഫറിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ ഇതുവരെ ജോലിയായിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. പഠിക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, എന്തെങ്കിലും ചിലപ്പോൾ പുതിയതായിട്ട് നമ്മൾ പറയില്ല, ഓൾറെഡി നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളെ തന്നെ, അല്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിവ് അറ്റ്ലീസ്റ്റ് വേണം നമുക്ക്. കോളേജിൽ പോയിട്ട് പഠിക്കുക എന്ന രീതിക്കല്ല, ബട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ന്യൂ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക, നമ്മുടെ ജോലി റിലേറ്റഡ് ആയിട്ട് തന്നെ. സോ മേ ബി അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. മേ ബി പഠിക്കാൻ ചേരുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലും ന്യൂ നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒരു മെസ്സേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട്, അത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഈവൻ ഒരു പണത്തിൻ്റെ ഗിഫ്റ്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് മുന്നോട്ട് ആക്ച്വലി. പക്ഷെ നിങ്ങൾക്ക് ഒരു ഉണർവ് വന്ന് ഒരു കുറച്ചുകൂടി നിങ്ങൾ ഒരു ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നും കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇപ്പോൾ ഐ തിങ്ക് ഈ ഒരു പീരീഡ് നിങ്ങൾക്ക് ആ ഒരു റെസ്റ്റിംഗ് പീരീഡ് ഒന്നുമില്ലെങ്കിൽ നിങ്ങളോട് റെസ്റ്റ് എടുക്കാൻ പറയുന്നതായിരിക്കാം യൂണിവേഴ്സ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. കുറച്ച് പേര് ജോലി വിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബ്രേക്ക് എടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ഓക്കെ ഇനി ഒരു ജോലിയിൽ കയറണം എന്ന് പറഞ്ഞാൽ മേ ബി, ബട്ട് എന്നാലും ഒരു ചെറിയൊരു ബ്രേക്ക്, അല്ലേ? അങ്ങനെ എടുക്കുന്നവർ ഇനി ഞാൻ എന്തിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കാം. എനിക്ക് തൊണ്ട ഭയങ്കരമായിട്ട് ഇതാവും, ഒരു വേദന. ഓക്കെ, എനിവേ ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ് കാണുന്നുണ്ട്. സോ ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ ജേർണി നിങ്ങൾക്ക് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ന്യൂ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മുന്നോട്ട് വളരെ നല്ല കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ബട്ട് അതിന് വേണ്ടി ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സമയമെടുത്തൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ഇതാണോ വേണ്ടത്, എന്താ വേണ്ടത് എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ അത് നല്ല കാര്യമാണോ, എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് എല്ലാം. ഓക്കെ, ഒരു സമയമെടുത്ത് ഇപ്പം നിങ്ങൾ ആലോചിക്കുക.
അതിനുശേഷം പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു ഗ്രോത്തിൻ്റെ ഒരു പീരീഡ് ആണ് എനിക്ക് കാണുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രോത്ത് ആണ്. മേ ബി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം ഞാൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്, ബട്ട് നല്ലതാണ് കാണുന്നത് എനിക്ക്. ആ ഓപ്പർച്യൂണിറ്റി എന്ത് തന്നെയായാലും അത് വളരും. ഓക്കെ, അത് വളർന്ന് ഗ്രോത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് വരുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള എന്തോ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് അതിനെ പാഷനേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഡോണ്ട് വറി. ഓക്കെ, നിങ്ങൾക്കതിനെ നമ്മൾ പറയില്ലേ കൺട്രോൾ ചെയ്യാൻ നിങ്ങളുടെ വരുതിയിൽ, എന്താ പറയുക, അയ്യോ സോറി ഞാൻ മലയാളത്തിൽ ഇത്തിരി പോക്കാന്നറിയാലോ, നിങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെ പറയില്ലേ, ആ രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളതിനെ നിങ്ങളുടെ കൺട്രോളിൽ വരും കാര്യങ്ങൾ. ഓക്കെ, സോ ഡോണ്ട് വറി. നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് കാണുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ആങ്സൈറ്റി ഉണ്ടാവാം, സാധിക്കുമോ ഇല്ലേ, എനിക്ക് പറ്റുമോ പറ്റില്ലേ, അല്ലെങ്കിൽ പുതിയത് ഓപ്പർച്യൂണിറ്റി നല്ലതാണോ, എന്താണ് ഞാൻ ഈ മുന്നോട്ട് ചെയ്യേണ്ടത്, ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ, അങ്ങനെ പല ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം, ടെൻഷൻസ് ഉണ്ടാവാം. ബട്ട് ഈ ഒരു ബ്രേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്യൂ, കുറച്ചൊരു ബ്രേക്ക് എടുത്തോളൂ, ഒരല്പം സമാധാനമായിട്ടിരിക്കൂ, അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യൂ. ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് കൊണ്ടുവരും. സോറി, എൻ്റെ മലയാളത്തിനെ ക്ഷമിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് കൂടി എടുക്കാം നമുക്ക്. എന്താ ഞാൻ പറഞ്ഞത്, ലീഡർഷിപ്പ്. അതെ, നിങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് പവർ ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്. ഇതിവിടെ നമ്മളിത് കാണുമ്പോൾ എന്താ പറയുക, ഒരു ലേഡി ഒരു സിംഹത്തിനെ മെരുക്കിയെടുക്കണമെങ്കിൽ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടാവും ആലോചിക്കൂ, എത്ര ഒരു പവറാണ് ഇത്. പക്ഷെ സ്നേഹത്തോടെയാണ് മെരുക്കിയിട്ടുള്ളത്, അല്ലാതെ നമ്മൾ എന്താ പറയുക ദേഷ്യപ്പെട്ടിട്ടോ അല്ല കൺട്രോൾ ചെയ്ത് വെച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല, അല്ലേ. ഇത് നമ്മളൊരു സ്നേഹം കൊണ്ടുള്ള ജയിക്കലാണ് കാണിക്കുന്നത്. സോ അഗെയിൻ അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. നമുക്കൊരു ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാവരെയും നമ്മുടെ കൂടെ ചേർത്ത് നിർത്തി എല്ലാവർക്കും കൊടുക്കുന്ന വർക്ക് അവർ കറക്റ്റായി ചെയ്തും നമ്മൾ അതിനെ നന്നായി മാനേജ് ചെയ്തും ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ സ്നേഹത്തോടെ കൂടെ വേണം. അല്ലാതെ വെറുതെ നമ്മളൊരു ബോസായിട്ട് മാത്രം നിന്ന് എല്ലാവരും ചീത്ത പറഞ്ഞാൽ ശരിയായി അതൊന്നും ഒരുപാട് കാലം നിലനിൽക്കില്ല. ഓക്കെ, ആ ഒരു സ്നേഹത്തോടെ ഒരു കൺട്രോളോടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വിന്നാണ് നിങ്ങൾക്ക്. ഓക്കെ, സോ ഇവിടെ അതാണ് കാണുന്നത്. എനിക്ക് ആ ലീഡർഷിപ്പ്, പ്രൊട്ടക്ഷൻ എന്നൊരു കാര്യം കൂടി നമ്മൾ പറയാറുണ്ട്. യെസ്, പ്രൊട്ടക്ഷനും പറയാം. എവിടെ ഒരു നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആ സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ന്യൂ ബിഗിനിങ്. ഇപ്പം നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ, നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ടുണ്ടോ, നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നുണ്ടോ, അസുഖത്തിൻ്റെ പ്രകാരമാണോ, എന്താണോ, എന്ത് തന്നെ ആയാലും ഓക്കെ, ഇവിടെ അതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരും. ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വളരെ എന്ത് തന്നെ കാര്യത്തിലായാലും, ഓക്കെ, പഠിക്കാനായാലും ശരി, ജോലിക്കായാലും ശരി, അല്ല ജോലിയിൽ തന്നെ പുതിയ പ്രൊജക്ട്, ബിസിനസ്സിൻ്റെ കാര്യം, എന്ത് തന്നെ ആയാലും ഓക്കെ, വാട്ട് എവർ ഇസ് കമ്മിങ്. റിലേഷൻഷിപ്പ്, സോറി ഞാൻ പറഞ്ഞില്ല, റിലേഷൻഷിപ്പിൻ്റെ കാര്യവും പറയാം. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാത്തിലും. ഒന്ന് രണ്ട് കാർഡ് കൂടി എടുക്കാം. ഫ്രീഡം. ഓക്കെ, ഇവിടെ ഫ്രീഡം, ട്രസ്റ്റ് ഒന്നുകൂടി എടുത്തേക്കാം. ഞാൻ ബെയറിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞത്, അതേ ഇവിടെ പ്രൊട്ടക്ഷൻ വന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും ഓക്കെ, നിങ്ങളുടെ വേരുകൾ വളരെ സ്ട്രോങ്. നിങ്ങൾ ഇതാലോചിച്ചാൽ മതി, നിങ്ങളുടെ വേര് സ്ട്രോങ് ആണെങ്കിൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ നോളജ്, നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെ ബേസ് എപ്പോഴും കറക്റ്റ് ആണെങ്കിൽ നിങ്ങളെ ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്യുക, നിങ്ങളുടെ എഫേർട്ട് മാക്സിമം ഇടുക, നിങ്ങൾ മാക്സിമം ശ്രമിക്കുക, എല്ലാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നും നിങ്ങളെ തകർക്കാൻ സാധിക്കില്ല. ഓക്കെ, എന്തെങ്കിലും പറ്റിയാൽ തന്നെ എപ്പോഴും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വീണ്ടും നിങ്ങൾക്ക് റീസ്റ്റാർട്ടിനുള്ളൊരു അവസരം കൂടി യൂണിവേഴ്സ് തരും. ഓക്കെ, സോ ഇവിടെ ട്രസ്റ്റ് പറയുന്നുണ്ട്, യൂണിവേഴ്സിന് മേലെ ട്രസ്റ്റ് വെക്കുക എന്നാണ്. ഫ്രീഡം, ഐ ഡോണ്ട് നോ, മേ ബി കുറച്ച് പേർക്ക് നിങ്ങളുടെ മൈൻഡിൽ നിന്നൊരു ഫ്രീഡമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓവർ തിങ്കിങ്ങിൽ നിന്നൊരു ഫ്രീഡം ആയിരിക്കാം. നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ട്. ആ ടെൻഷനിൽ നിന്നൊക്കെ ഒരു ഫ്രീഡം വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ കാർഡ്. ഫ്രീഡം എന്ന് പറയുമ്പോൾ നോർമലി എന്തെങ്കിലും മേ ബി ഓക്കെ, നിങ്ങൾ ജോലിയൊക്കെ കിട്ടിയ അങ്ങനെ ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതൊരു ഫ്രീഡമാണ് അല്ലേ. ഫൈനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കാം. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. കുറച്ച് പേർക്ക് മേ ബി എവിടെയെങ്കിലും ട്രാവൽ കൂടി വരാം. കാരണം ഇത് പറക്കുന്ന കാണുന്നുണ്ട്. സോ മേ ബി ബൈ ഫ്ലൈറ്റ് എവിടെയെങ്കിലും പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി സാധിക്കും. കുറച്ച് പേർക്ക് ഇവിടെ ഒരു ബോട്ടും വെള്ളമൊക്കെ ഉണ്ട്. സോ മേ ബി കുറച്ച് പേർക്ക് ട്രാവൽ നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും. ഫ്രീഡം കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണോ വേണ്ടത് അത് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിന്ന്, നിങ്ങളുടെ തന്നെ ചിന്തയിൽ നിന്ന് ഓക്കെ നിങ്ങളൊരു ഫ്രീഡം കിട്ടുന്ന പോലെ ആയിരിക്കാം. നിങ്ങളുടെ ആ ഒരു മൈൻഡ് ബ്ലോക്കേജസ് നിന്ന് നിങ്ങൾ ഫ്രീ ആവുന്നതായിരിക്കാം.
ഓക്കെ, എന്തായാലും യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് മുന്നോട്ട് വരാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ചൊരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും, ബട്ട് മുന്നോട്ട് നല്ലതാണ്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.